ശ്രീ അസ്കർ, അബിൻ വർക്കി പറഞ്ഞതിനേക്കാൾ രൂക്ഷമായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാൾ രൂക്ഷമായി പറയുന്നത് ഒരു ഭരണപക്ഷ എം എൽ എ ആണ്. PV അൻവർ MLA പറയുകയാണ്, ഈ പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സമ്പൂർണ്ണ പരാജയമാണ്, പാർട്ടി നിയോഗിച്ച ആളാണ്, അടിത്തട്ടിലെ സഖാക്കൾ അടക്കം നേരിടുന്ന കൂമ്പിരടിയെക്കുറിച്ച് ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പ് വിവരം ഇദ്ദേഹം അറിയുന്നില്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അൻവർ നമ്മളോട് പറയുന്നത് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല, മുഖ്യമന്ത്രിയെ ഒരു വലിയ ബാരിയർ കെട്ടി നിർത്തി ഇരുട്ടുമറക്കിപ്പുറം നിന്ന് ഈ ഗുപ്തസംഘം, ഈ ഗൂഢസംഘം ഈ പറയുന്ന കൊടും ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാട്ടുകയാണ്, മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടൽ ഉറപ്പായും ഉണ്ടായേനെ, അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ് ഇത് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത്. പറയുന്നത് ഭരണപക്ഷ MLA ആണ്, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇത്രത്തോളം ആ വകുപ്പിനെ നോക്കാൻ കഴിവില്ലെങ്കിൽ ആ വകുപ്പെങ്കിലും ഒഴിഞ്ഞിറങ്ങണ്ടേ ശ്രീമാൻ പിണറായി വിജയൻ? അഡ്വക്കേറ്റ് BN അസ്കർ. ഹഷ്മി, എനിക്കൊരു ഇക്കാര്യത്തിലൊരു വലിയ സന്തോഷമുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ മാധ്യമങ്ങളും വിമർശകരും ശ്രീ PV അൻവറിനെ ഒരു ഹിസ്റ്ററി ഷീറ്ററായിട്ടും പ്രകൃതിയെ കാർന്നു നിൽക്കുന്ന പാരിസ്ഥിതിക വിരുദ്ധനായിട്ടും ഒക്കെ തന്നെ വിമർശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്നിപ്പോ അദ്ദേഹം ഒരു അഴിമതിക്കെതിരെ കുരിശുദ്ധം നയിക്കുന്ന നേതാവായി നിങ്ങൾ അംഗീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന്റെ രീതിയെ സംബന്ധിച്ച് പലപ്പോഴും എന്നെപ്പോലുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ആ രീതിയല്ല കമ്മ്യൂണിസ്റ്റ് രീതി. അദ്ദേഹം മാധ്യമങ്ങളോടായിരുന്നില്ല പറയേണ്ടിയിരുന്നത്, പാർലമെന്ററി പാർട്ടിയിലോ പാർട്ടിയുടെ സംസ്ഥാന പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയോടോ അതിനുശേഷം അതല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടിയിരുന്നത് എന്നുള്ളിടത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രീതിയിലേക്ക് അദ്ദേഹം വന്നു എന്നുള്ളത് ഏറ്റവും മികച്ച കാര്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് വലിയ ഗൗരവതരവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ട് പ്രത്യാഘാതമുണ്ടാക്കുന്ന ആരോപണങ്ങളാണെന്നിരിക്കെ അത് അന്വേഷിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട് എന്നുള്ളതും സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതുകൊണ്ടും പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരത്തിൽ തന്നെ ഇക്കാര്യം എടുക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഗൗരവതരമായി എടുത്തു എന്നുള്ളത് കൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതും. അപ്പോ ഇവിടെ പാർട്ടിയും ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ സത്വരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ CPM സംസ്ഥാന സമിതി അംഗം P ശശിയുടെ ഒരു നേതൃത്വത്തിൽ ഒരു കുറ്റവാളി സംഘം ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നു എന്നത് പാർട്ടി അംഗീകരിക്കുന്നു. ശ്രീ അസ്കർ, അങ്ങനല്ലേ? അങ്ങനെയല്ല അത് കാണേണ്ടത്. അത്തരത്തിലൊരു ആരോപണം വന്നാൽ അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ ഒരു പേര് പോലും വെക്കാതെ ഒരു പരാതി അയച്ചാൽ ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി അന്വേഷണത്തിന്റെ നിജസ്ഥിതി ഉണ്ടെങ്കിൽ ആ സഖാവിനെതിരെ നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. അതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി, അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. അത്തരത്തിൽ നടപടിയെടുത്ത ചരിത്ര സംഭവങ്ങൾ എത്രയോ പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പൊ അതുപോലൊരു ആരോപണം ഉന്നയിക്കുകയല്ല സഖാവ് PV അൻവർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായി ഇത്തരം നിലപാടുകൾ എഴുതി പാർട്ടി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും നൽകിയിട്ടുണ്ട്. ആ ആരോപണങ്ങളെ സംബന്ധിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോ ആ ആരോപണങ്ങൾ കടമ്പുണ്ടോ, ആ ആരോപണങ്ങൾ വസ്തുതാപരമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള ബാധ്യത ആ ഉത്തരവാദിത്വം താങ്കൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായിട്ട് പറയുന്ന ആണോ എന്നറിയില്ല. അൻവർ ഉന്നയിക്കുന്നത് ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് പാർട്ടി കൊണ്ടെത്തിയിരിക്കുന്ന P ശശി, ഈ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദത്താത്രേയ ഹോസ്പിറ്റലെ കാണാൻ 1 മണിക്കൂർ കാണാൻ ഓടിപ്പോകുന്ന അജിത് കുമാറും ഈ P ശശിയും ചേർന്ന് അവിടെ അക്രമ പ്രവർത്തനങ്ങൾ, അധമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിക്കൊണ്ട് എന്ന് പറയുന്ന CPMന്റെ ഒരു സംസ്ഥാന സമിതി അംഗത്തെക്കുറിച്ചാണ് ശ്രീ BN അസ്കർ. സംസ്ഥാന സമിതി അംഗം ഈ പറയുന്ന കുറ്റവാളി കൂട്ടവുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയാണെന്ന് പരോക്ഷമായി പറയുകയാണ് അൻവർ. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അത് പരിശോധിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ പാർട്ടി 100% അംഗീകരിക്കുന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെയല്ല. അങ്ങ് നാളെ ഒരു പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ചു നോക്കൂ. അങ്ങ് പാർട്ടി സെക്രട്ടറി പരിശോധിക്കോ? വിമർശകനായിട്ടാണ് പാർട്ടി എപ്പോഴും, അല്ലെങ്കിൽ അങ്ങ് സമൂഹത്തിൽ എപ്പോഴും ഉയർത്തിക്കാണിക്കുന്നത്. അപ്പോൾ അങ്ങ് പാർട്ടിക്ക് ഒരു പരാതി നാളെ അയച്ചു നോക്കൂ. അങ്ങക്ക് ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങ് ആ പരാതി അയച്ചു നോക്കൂ. ആ പരാതിയിൽ പാർട്ടി അന്വേഷിക്കും, പാർട്ടിക്ക് ചർച്ച ചെയ്യും. അത് പാർട്ടിയുടെ രീതിയാണെന്നേ. ഇപ്പൊ ആരെക്കുറിച്ച് ഏത് പരാതി വന്നാൽ അത് അന്വേഷിക്കണം, അത് അന്വേഷിക്കുന്നതാണ് പാർട്ടിയുടെ രീതി. അങ്ങനെ അന്വേഷിച്ച ചരിത്രമുള്ള പാർട്ടിയാണ് CPIM. അപ്പൊ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം CPIMനുണ്ടെന്നേ, അതുകൊണ്ട് അന്വേഷിക്കും, ഒരു സംശയം വേണ്ട. ഇപ്പൊ സഹോ P ശശിയെ സംബന്ധിച്ച് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ അതല്ലെങ്കിൽ CPIMന്റെ ഘടകങ്ങൾക്ക് മുകളിലല്ലോ, അതുകൊണ്ടല്ലോ ഇന്ന്
അൻവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അൻവർ എന്താ പറഞ്ഞത്? അൻവർ പാർട്ടിക്കാരനല്ല സാർ. പറയുന്നത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ള പോസ്റ്റാണ്. പാർട്ടിക്കാരനാവണല്ലോ. കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ പോലീസ് സംവിധാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയും വണ്ണം വെറുപ്പിച്ചു. ആ വെറുപ്പിച്ചതിന് നേതൃത്വം നൽകിയത് ADGP MR അജിത് കുമാറാണ്. MR അജിത് കുമാറിന്റെ തൊട്ടുമുകളിലിരിക്കുന്ന ആൾ CPM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് പറഞ്ഞാൽ P ശശി CPM-നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞത് എന്ന് പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ, പാർട്ടിയുടെ MLA വന്ന് രഹസ്യമായി കൊണ്ട് മുഖ്യമന്ത്രിക്കോ MP ഗോവിന്ദന് കത്ത് കൊടുക്കലല്ല. അദ്ദേഹം 3 ദിവസം അടുപ്പിച്ച് വാർത്താ സമ്മേളനം നടത്തി തെളിവടക്കം പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പരസ്യമായി പറഞ്ഞു. തെറ്റാണെന്നൊരു വാക്ക് ഇപ്പോൾ ഹസ്കർ വന്ന് പറഞ്ഞു. ശരിയാണ്, ഹസ്കർ വന്ന് ഇത് പാർട്ടി രീതിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM സംസ്ഥാന നേതാവ് പറഞ്ഞോ? ശ്രീ ഹസ്കർ പറഞ്ഞില്ല. പറയാനും മാത്രം ദുർബലാവസ്ഥയിൽ പാർട്ടിയായി എന്ന് കരുതണ്ടേ? അല്ല, ഹാഷ്മി, ഇതിൽ കാണേണ്ടത് പാർട്ടി ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമമാണിത്. പാർട്ടിക്ക് ഒരു ആഭ്യന്തര പ്രതിസന്ധിയില്ല ഇക്കാര്യത്തിൽ. പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത് പാർട്ടി കാര്യത്തെ സംബന്ധിച്ച് ഇത്തരം ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വന്നിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ എതിരെ വന്നിട്ടുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ്. ഈ 2 ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളും പഠിക്കുക, അന്വേഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ളൊരു അഭിപ്രായം പുറത്തു പറയുക എന്നുള്ളത് പാർട്ടിയുടെ രീതിയല്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പാർട്ടി ഒരു കൺസെൻസസിൽ എത്തുകയും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷം ഒരുപക്ഷെ ഇനിയിപ്പോ ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്ന് പാർട്ടിക്ക് തോന്നിയാൽ ആ തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ ബാധ്യസ്ഥമാകും. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഡോക്ടർ KT ജലീലും രഹസ്യമായി കൊണ്ട് പരാതി കൊടുക്കുകയല്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുകയാണ്, ഒരിറ്റ് ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖ്മാർ എന്ന് പറഞ്ഞാൽ ഈ RSSന്റെ ഭാഷയിൽ പ്രമുഖ് എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സ് എഴുതുന്നുണ്ട്. പോലീസ് പ്രമുഖുമാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. ഇങ്ങനെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അല്പസമയം മുമ്പ് സന്ദീപ് വാര്യരും അബിൻ വർക്കിയും ശരിവെക്കുന്ന കാര്യം പറയുകയാണ് ഇവിടെ ശ്രീ KT ജലീൽ MLA. അല്ല, ശ്രീ KT ജലീലും ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹവും ആ അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്നു, പോലീസിലെ ഇത്തരം പ്രമുഖന്മാരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമുക്കിത് നേരത്തെ ആദ്യമായി പൊതുമധ്യത്തിൽ കേരളത്തിൽ കേട്ടു തുടങ്ങിയത് ആനി രാജ കേരള പോലീസിൽ RSSന്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന് പറഞ്ഞത് തുടങ്ങിയ കാലഘട്ടം മുതലാണ്. സ്വാഭാവികമായി അത് നമുക്ക് പല ഘട്ടങ്ങളിൽ ചരിത്രപരമായി തന്നെ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏക പ്രശ്നം എന്ന് പറയുന്നത് പോട്ടെ, CPM അല്ല, CPIയുടെ നിലപാട് എന്താണ്? അന്ന് കാനം രാജേന്ദ്രൻ എന്താണ് അതിന് പ്രതികരണം പറഞ്ഞത്? ആനി രാജയെ വളഞ്ഞിട്ട് വേട്ടയാടി എല്ലാവരും അല്ലേ? അപ്പോൾ അതിന് കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് ഇപ്പുറം അൻവർ പറയുമ്പോൾ ഓക്കെ, അന്ന് ആനി രാജ പറയുമ്പോൾ അത് ഓക്കെ അല്ല. അതെങ്ങനെയാണെന്ന് ശരിയാവും? അവിടെയാണല്ലോ സംശയം ഉണ്ടാവുന്നത്. എന്താണ് ഇതിന്റെ ഒക്കെ ഈ പ്ലോട്ടിന്റെ ലക്ഷ്യം എന്ന കാര്യം ശ്രീ ഹസ്കർ? അങ്ങനല്ല, ഇതൊരു തുടർ ചർച്ചയാവേണ്ടതും ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ നമ്മൾ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുള്ളത്, പോലീസ് സേനയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ഒരു യൂണിഫോംഡ് ഫോഴ്സിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അച്ചടക്കം വെച്ചുകൊണ്ട് അവർക്ക് വന്ന് വിശദീകരിക്കുന്നതിനുള്ള സൗകര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോൾ ശ്രീ MR അജിത്തിനെ കുറിച്ച് ഇത്തരം ഒരു ആരോപണങ്ങൾ ശ്രീ PV അൻവർ ഉന്നയിച്ചു. അദ്ദേഹത്തിന് നാളെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇതൊന്നും അല്ല ശരി എന്ന് പറയാൻ കഴിയുമോ? അതാണോ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക? അദ്ദേഹത്തിന് തന്റെ മേലധികാരികളോട് പറയുക എന്നുള്ളതിനപ്പുറം മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിന്റെ പരിമിതികളുള്ളത്. ആ പരിമിതി കൂടി നാം മനസ്സിലാക്കണം. നമുക്ക് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും എവിടെയും ഇരുന്ന് ആർക്കുമെതിരെ എന്തും വിളിച്ചു പറയാം. പക്ഷെ പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ പറയാനാവില്ല. അത് അച്ചടക്കത്തിന്റെ കൂടി പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അടുത്തു മാത്രമേ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയുള്ളൂ. ആ വിശദീകരണം ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ വരാറുമില്ല. അതുകൊണ്ട് അവർക്ക് പറയേണ്ടത് കേൾക്കാൻ പോലും ഒരുപക്ഷെ മാധ്യമങ്ങളോ പൊതുസമൂഹമോ കാതോർക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ആ വസ്തുത കൂടി നാം പരിശോധിക്കും. പൊതുപ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാകുന്ന വിഷയം അങ്ങനെയാണ് നാം കാണേണ്ടത്.